രാഷ്ട്രപതിയുടെ അഭിസംബോധനയെ വിമർശിച്ച് സോണിയാഗാന്ധി. അഭിസംബോധനയിൽ നിറയെ വ്യാജ വാഗ്ദാനങ്ങളെന്ന് സോണിയ. പാവം വായിച്ച് കഴിഞ്ഞപ്പോഴേക്കും തളർന്നുവെന്നും സോണിയാഗാന്ധിയുടെ പരിഹാസം. എന്നാൽ രാഷ്ട്രപതിയെ സോണിയാഗാന്ധി അപമാനിച്ചുവെന്ന വിമർശനവുമായി BJP രംഗത്ത് വന്നു. No comment. No, poorly. The president was getting very tired by the end. Repeating the same thing again and No, she again. could hardly speak, poor thing. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, വാഗ്ദാന പെരുമഴകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സോണിയയിലൂടെ വരികയാണ്. തിരിച്ചുള്ള മറുപടി എന്താണ് BJPയുടെ ഭാഗത്തു നിന്നും വരുന്നത്? അപമാനിച്ചു എന്നാണ് BJP MPമാർ ഉൾപ്പെടെ ഇപ്പോൾ ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് രാഷ്ട്രപതി എന്ന ഒരു പദവിക്ക് വേണ്ട അനുയോജ്യമായിട്ടുള്ള ഒരു ബഹുമാനം നൽകാതെയുള്ള സംസാരം സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അവർ മാപ്പ് പറയണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും BJP ഉന്നയിക്കുന്നത്. എന്തായാലും ഈ പ്രസംഗത്തിനു ശേഷം ഇരുസഭകളെ അഭിസംബോധന ചെയ്തുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനു ശേഷം സോണിയാഗാന്ധി പറഞ്ഞ കാര്യം, അവർ പറഞ്ഞതിൽ മഹാഭൂരിപക്ഷവും വ്യാജമായിട്ടുള്ള വാഗ്ദാനങ്ങളാണ്. ഒരുപാട് വായിച്ചു തീരുമ്പോഴത്തേക്ക് രാഷ്ട്രപതി ക്ഷീണിച്ചു, പാവം എന്നായിരുന്നു പ്രയോഗം. അത് ഒരു പദവിയെ ബഹുമാനിച്ചുകൊണ്ടുള്ള പ്രയോഗമല്ല എന്ന് BJP പറയുന്നു. എന്തായാലും ആദ്യ ദിനം തന്നെ, ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ ഉയർന്നു വന്ന വിവാദമായി മാറിയിരിക്കുകയാണ് ഈ പ്രസ്താവന. എന്തായാലും അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് BJP പറയുമ്പോൾ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ വഖഫ് ബിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കാനുള്ള ആയുധമായി ഈ സോണിയാഗാന്ധിയുടെ പ്രസ്താവന BJP ഉയർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രപതി അഭിസംബോധനയെ പരിഹസിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. തിരിച്ചടിച്ച് BJP.